നിങ്ങൾക്ക് ഓൺ ദി ഗോ യൂസിൽ ഒരു പവർ പ്ലഗിന്റെ സഹായമില്ലാതെ വളരെ എക്സലന്റ് ക്വാളിറ്റി അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു CPU പെർഫോമൻസ് ഈ ഒരു ആർക്കിടെക്ചർ തരും. അത് തന്നെയാണ് ആപ്പിളിനെ ഏറ്റവും പെട്ടെന്ന് കസ്റ്റമേഴ്സിന്റെ ഇടയ്ക്ക് സൂപ്പർ ഹിറ്റ് ആക്കിയത്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ലെനോവോയുടെ ഒരു പുതിയ ലാപ്ടോപ്പാണ്. ഇതിന് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ലാപ്ടോപ്പാണ്. കാരണം നമ്മൾ എന്നും ഇന്റൽ പ്രോസറിനെ കുറിച്ചും AMD പ്രോസറിനെ കുറിച്ചുമാണ് നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഈ ലാപ്ടോപ്പ് വരുന്നത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുമായിട്ടാണ്. സ്നാപ്ഡ്രാഗൺ എന്ന് കേൾക്കുമ്പോഴേ പലരുടെ മുഖമൊക്കെ ചുളിയും. അതൊരു മൊബൈലിലുള്ള പ്രോസസ്സർ അല്ലേ, അതെങ്ങനെ ഒരു വിൻഡോസ് ലാപ്ടോപ്പിൽ വന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതൊരു പുതിയ മാറ്റത്തിന്റെ തുടക്കമാണ്. സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ എന്നതിനെ വിളിക്കുന്നതിനേക്കാൾ നല്ലത് ആർക്കിടെക്ചറിലുള്ള ഒരു പ്രോസസ്സർ എന്ന് വിളിക്കുന്നതായിരിക്കും. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം x86 ബേസ്ഡ് പ്രോസസ്സറുകളാണ് വിൻഡോസ് ലാപ്ടോപ്പ്. സ്നാപ്ഡ്രാഗൺ മെയിൻലി 3 സീരീസ് പ്രോസസ്സറാണ് നമ്മുടെ ലാപ്ടോപ്പ് മാർക്കറ്റിലുള്ളത്. ഏറ്റവും ബേസിക് സീരീസ് ആണ് സ്നാപ്ഡ്രാഗൺ എക്സ്. അതിന് മുകളിൽ X1 പ്ലസ് ഉണ്ട്, പിന്നീടുള്ളത് X1 എലൈറ്റ് ആണ്. X1 എലൈറ്റ് ആണ് ഏറ്റവും പ്രീമിയം ചിപ്സെറ്റ് എന്ന് പറയുന്നത്. അതിൽ എക്സ് ഏറ്റവും ബേസും. നമ്മുടെ കയ്യിൽ ഇന്നുള്ള ലാപ്ടോപ്പിൽ വരുന്നത് ഒരു സ്നാപ്ഡ്രാഗൺ എക്സ് ബേസ്ഡ് ആണ്. X1 2600 എന്നാണ് അതിന്റെ മോഡൽ നെയിം. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറയാം. ഇത് ലെനോവോയുടെ ഐഡിയാപാഡ് സ്ലിം 3X ആണ്. സ്നാപ്ഡ്രാഗൺ വരുന്നത് കൊണ്ടാണ് 3X എന്ന് അതിനെ വിളിക്കുന്നത്. ഏറ്റവും പുതിയ ഒരു മോഡലാണ്. നിരവധി ഫീച്ചേഴ്സ് ഇതിനുണ്ട്. എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു ലൈറ്റ് ഉണ്ടായതുകൊണ്ട് തലയ്ക്ക് ഇച്ചിരി ഗ്ലേസിംഗ് ആണ്, അത് ക്ഷമിക്കുക. അപ്പോൾ ഈ ലാപ്ടോപ്പിന്റെ പുറമേ ഉള്ള ഫീച്ചേഴ്സ് ഒന്ന് പറയാം. ഇതിന്റെ വെയിറ്റ് വരുന്നത് കേവലം 1.59 kg ആണ്. ടോപ്പ് കവർ വരുന്നത് അലൂമിനിയം. സ്ലിം 3യിലും നമുക്കൊരു അലൂമിനിയം ബോഡി കിട്ടുന്നു. ഇതൊരു മിലിറ്ററി ഗ്രേഡ് ടെസ്റ്റ് പാസ്സായ ലാപ്ടോപ്പുകളാണ്. 21 ടെസ്റ്റുകൾ ഈ ലാപ്ടോപ്പ് പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു തീർത്തും ബേസ് ലെവൽ ലാപ്ടോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മിഡ് പ്രീമിയം ലെവൽ ലാപ്ടോപ്പ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഡിസ്പ്ലേ വരുന്നത് 15.3 ഇഞ്ചസ് IPS ഡിസ്പ്ലേ ആണ്. കളർ കാലിബ്രേഷൻ അറൗണ്ട് ഒരു 72% ഒക്കെ വരത്തുള്ളൂ. sRGB എന്ന് പറയുന്നത്. ലെനോവോയുടെ ഏറ്റവും കിടിലം ഫീച്ചർ എന്ന് പറയുന്നത് ഒരു കീബോർഡ് തന്നെയാണ്. വളരെയധികം ഫീഡ്ബാക്ക് ഉള്ള ഒരു കീബോർഡാണ് വരുന്നത്. ടൈപ്പിംഗ് കംഫോർട്ട് വളരെ കൂടുതലാണ്, അത് എടുത്തു പറയേണ്ടതാണ്. അവരുടെ എല്ലാ കീബോർഡുകളും വളരെ അടിപൊളി കീബോർഡുകളാണ്. അതേപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടച്ച് പാഡ് വരുന്നുണ്ട് വിത്ത് മൾട്ടി ഗസ്റ്റർ സപ്പോർട്ട്. അത് എല്ലാ ലാപ്ടോപ്പിലും ഉണ്ട്, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു ലാപ്ടോപ്പിൽ ഒരു ഫിംഗർ പ്രിന്റ് റീഡറും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിൻഡോസ് ഹലോ സപ്പോർട്ടഡ് ആണ്. ഈ വിൻഡോസ് ഹലോ സപ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു AI ലാപ്ടോപ്പും കൂടാണ് കേട്ടോ. ഞാൻ ഉറപ്പായിട്ട് AI ലാപ്ടോപ്പ് എന്ന് പറയുന്ന കാര്യം പിന്നീട് പറയാം. ഒരുവിധം AI ഫീച്ചേഴ്സ് എല്ലാം വർക്ക് ചെയ്യും. ആർക്കിടെക്ചർ ബേസ്ഡ് സ്നാപ്ഡ്രാഗൺ സീരീസിനെയാണ് ആദ്യം മൈക്രോസോഫ്റ്റ് കോപൈലറ്റ് പ്ലസ് PC എന്നുള്ള രീതിയിൽ സർട്ടിഫൈ ചെയ്തത്. അതുകൊണ്ട് ഒരുവിധം NPU ഉപയോഗിച്ചുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പർലി വർക്ക് ചെയ്യുന്നത് ഈ ഒരു സ്നാപ്ഡ്രാഗൺ ലാപ്ടോപ്പുകളിലാണ്. പിന്നീട് ഇന്റലിനും AMDക്കും അത് മൈക്രോസോഫ്റ്റിന്റെ പുഷ് കാരണം കൊടുത്തു. പക്ഷേ പ്രോപ്പർലി AI ഫീച്ചേഴ്സ് വർക്കിംഗ് അല്ല. ഇതിനകത്ത് എന്തൊക്കെ AI ഫീച്ചേഴ്സ് ലൈവായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതെല്ലാം നമുക്കൊരു സെപ്പറേറ്റ് സെക്ഷനിൽ തന്നെ നോക്കാം. ഹിഞ്ചസ് നമുക്കൊരു 170 ഡിഗ്രി വരെ ഓപ്പൺ ചെയ്യാൻ പറ്റും. വളരെ സ്ട്രോങ് ഒരു ഹിഞ്ചസ് ആണ്. അതാണ്ട് വേറെ നമ്മുടെ സ്ക്രീനിന് ഫ്ലെക്സിബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെയധികം ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു 21 ടെസ്റ്റ് പാസ്സായ ഒരു സാധനമാണ്. അതുകൊണ്ട് പിന്നീട് നമുക്ക് ബിൽഡ് ക്വാളിറ്റിയിലൊന്നും സംശയിക്കേണ്ട ഒരു കാര്യമില്ല. 1 ഇയർ ഡാമേജ് കവർ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് ഇതിനകത്ത് ഇന്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ ലെനോവോയുടെ വാറണ്ടിയിൽ ഇൻക്ലൂഡഡ് ആണ്. സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു സ്നാപ്ഡ്രാഗൺ X1 2600 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 8 ഓറിയോൺ കോറുകൾ മാത്രമാണ് ആ പ്രോസസ്സറിന് വരുന്നത് വിത്തൗട്ട് എനി ഹൈപ്പർ ത്രെഡിങ്. 24 MB ആണ് ഇതിന്റെ L2 ക്യാഷ് മെമ്മറി വരുന്നത്. L3 ക്യാഷ് ഇതിന് അവൈലബിൾ അല്ല. X1 പ്ലസിനും അതേപോലെ തന്നെ XL8നും മാത്രമേ L3 ക്യാഷ് അവൈലബിൾ ആയിട്ടുള്ളൂ. X1 പ്ലസിനും XL8നും അതുപോലെ തന്നെ ടെർബോ ബൂസ്റ്റ് സ്പീഡും അവൈലബിൾ ആണ്. കുറച്ചുകൂടെ പവർഫുൾ ആയ ഇന്റഗ്രേറ്റഡ് GPUവും വരും. ഇതിനകത്ത് X1 45 എന്ന് പറഞ്ഞ ഇന്റഗ്രേറ്റഡ് GPU ആണ് വരുന്നത് അഡ്രിനോടെ. അത് 1.7 ടെറാഫ്ലോപ്സ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു iGPU ആണ്. ഒരുവിധം ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സിൽ എല്ലാ കാര്യങ്ങളും ഇത് ഹാൻഡിൽ ചെയ്യും. പക്ഷേ ആർക്കിടെക്ചറിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. റാം വരുന്നത് 16 GB LPDDR5 8488 MHz ആണ്. വളരെ സ്പീഡ് കൂടിയ ഒരു മെമ്മറിയാണ്. അത് ഇന്റഗ്രേറ്റഡ് ആണ്, എക്സ്പാൻഡബിൾ അല്ല. കാരണം ഓൺ ബോർഡ് റാമേ വരത്തുള്ളൂ. ഒരു ആർക്കിടെക്ചർ പ്രോസസ്സറാണ്, എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ സ്റ്റോറേജ് ഇതിനകത്ത് വരുന്നത് 512 GB ആണ്. നിങ്ങൾക്ക് അഡീഷണൽ എക്സ്പാൻഡ് ചെയ്യാനും ഒരു സ്ലോട്ട് അവൈലബിൾ ആണ്. 2242 സൈസ് SSD നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. SSD ഈ കാലത്ത് ആഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം 512 GB എന്ന് പറയുന്നത് ഒരുവിധപ്പെട്ട മനുഷ്യന് ഇപ്പൊ തികയാത്ത ഒരു അവസ്ഥയിലാണ്. പോർട്ടുകളും സ്ലോട്ടുകളും നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാരൽ ടൈപ്പ് ചാർജറാണ് ഇതിന്റെ കൂടെ കമ്പനിയിൽ നിന്ന് വരുന്നത്. എന്നും പറഞ്ഞ് വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് C ഉപയോഗിച്ച് PD ചാർജിങ് ചെയ്യാൻ പറ്റും. PD വേർഷൻ 3.0 സപ്പോർട്ടഡ് ആണ്. പിന്നെ ഒരു ടൈപ്പ് A സൂപ്പർ സ്പീഡ് USB വരുന്നുണ്ട്. ഒരു HDMI പോർട്ട് വരുന്നുണ്ട്. കോംബോ ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു ടൈപ്പ് A സൂപ്പർ സ്പീഡ് USB അവൈലബിൾ ആണ്. SD കാർഡ് സ്ലോട്ട് അവൈലബിൾ ആണ്. ഒരു ഡെഡിക്കേറ്റഡ് പവർ ബട്ടൺ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു എന്നൊരു വളരെ നല്ല കാര്യം ലെനോവോ ചെയ്തിട്ടുണ്ട്. കാരണം ലെനോവോയുടെ പഴയ മോഡലുകളിൽ നിന്നൊക്കെയുള്ള തെറ്റുകൾ തിരുത്തി അവർ എപ്പോഴും പുതിയ മോഡൽസിൽ ഒരു ഡെഡിക്കേറ്റഡ് പവർ ബട്ടൺ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം കീബോർഡൊക്കെ കംപ്ലൈന്റ് ആവുന്ന ചില കേസുകളിൽ, അങ്ങനെ വരാറില്ല,
കസ്റ്റമർ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഡെഡിക്കേറ്റഡ് പവർ ബട്ടനാണ് ഇപ്പോൾ ഉള്ള മോഡൽസിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലെനോവോയുടെ ഐഡന്റിറ്റി ആയ ഒരു 1 കീ റീസെറ്റ് ബട്ടണും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊരു മുട്ട് പിന്നിട്ട് കുത്തി കഴിഞ്ഞാൽ സിസ്റ്റം റീസെറ്റിലേക്കോ ബയോസിലേക്കോ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. സ്പീക്കറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺവേർഡ് ഫയറിംഗ് സ്പീക്കേഴ്സ് അല്ല വരുന്നത്, അപ്വേർഡ് ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ്. വളരെയധികം ഓഡിയോ ക്വാളിറ്റി ഉള്ള ഒരു സ്പീക്കറാണ് വരുന്നത്. ഒരു പ്രീമിയം ലാപ്ടോപ്പിന്റെ സെയിം ഒരു ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. എന്തുകൊണ്ട് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ വരുന്ന ഒരു ലാപ്ടോപ്പ് ഈ ഒരു മാർക്കറ്റിൽ റിലവന്റ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിളിന്റെ വിജയം തന്നെയാണ് മൈക്രോസോഫ്റ്റിനെയും ആമിന്റെ ആ ഒരു പാതയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത്. കാരണം 2020 കംപ്ലീറ്റ് ഇന്റൽ പ്രോസസ്സറും എടുത്ത് കളഞ്ഞിട്ട് മാക് അവരുടെ ഓൺ എം സീരീസ് ആർക്കിടെക്ചറിലേക്ക് മാറിയത്. അതൊരു ആം ബേസ്ഡ് ആർക്കിടെക്ചറാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇന്റലിന്റെ ഇഷ്യൂസ് കൊണ്ട് മൈക്രോസോഫ്റ്റിൽ നിന്ന് യൂസർ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴാണ് മൈക്രോസോഫ്റ്റും ഒരു തേർഡ് പാർട്ടിയെ സമീപിച്ച് ഒരു പ്രോസസ്സറുമായി വന്നത് ഈ ഒരു ആം എൻവയോൺമെന്റിലേക്ക്. സ്നാപ്ഡ്രാഗൺ ആണ് ഇപ്പം നമുക്ക് നിലവിൽ ആം ആർക്കിടെക്ചറിൽ വരുന്ന ഒരു പ്രോസസ്സർ മാനുഫാക്ചർ. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ AMD വന്നേക്കാം, NVIDIA വന്നേക്കാം. NVIDIA അടുത്ത വർഷമൊക്കെ ആം ആർക്കിടെക്ചർ പ്രോസസ്സറുമായി വരുമെന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞു. അപ്പോൾ എന്താണ് ആം ആർക്കിടെക്ചറിന്റെ ഒരു മെയിൻ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫിഷ്യൻസിയാണ് ആം പ്രോസസ്സേഴ്സിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. നിങ്ങൾക്ക് ഒരു 10 hours മേലെയുള്ള ബാറ്ററി ബാക്കപ്പ്, അതും വലിയ ഹീറ്റിംഗ് ഇല്ലാതെ, എന്നാൽ സിസ്റ്റം ക്രാഷ് ആവുകയോ ഫ്രീസ് ആവുകയോ ഒന്നുമില്ല. വളരെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റെസ്പോൺസീവ്നെസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺസ് എല്ലാം പവർ ചെയ്യുന്നത് ആം ബേസ്ഡ് പ്രോസസ്സേഴ്സ് ആണ്. അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഇപ്പോൾ പ്രകടമായ ഒരു വ്യത്യാസം കാണുമെന്നുണ്ടെങ്കിൽ ഒരു വിൻഡോസ് അപ്ഡേറ്റ് നിങ്ങളുടെ ഒരു നോർമൽ x86 ലാപ്ടോപ്പിൽ അത് ചിലപ്പോൾ ഒരു 15-20 മിനിറ്റ് എടുത്തേക്കാം, ചിലപ്പോൾ ഫ്രീസ് ആയിട്ട് നിൽക്കാം. പക്ഷേ ഈ ഒരു ലാപ്ടോപ്പിൽ മാക്സിമം പോയാൽ ഒരു 2-3 മിനിറ്റ് വളരെ പെട്ടെന്ന് അപ്ഡേറ്റ്സ് എല്ലാം ഇൻസ്റ്റാൾ ആവും. ആപ്സ് വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ബാറ്ററി മോഡിലും പ്ലഗ്ഡ് ഇൻ മോഡിലും നിങ്ങൾക്ക് ഒരേപോലുള്ള പെർഫോമൻസ് കിട്ടും എന്നുള്ളതാണ് ആം ആർക്കിടെക്ചറിനെ ഒന്നുകൂടെ പ്രിയപ്പെട്ടതാക്കുന്നത്. ഏകദേശം 1 വർഷമായതേ ഉള്ളൂ ഈ ഒരു എക്കോസിസ്റ്റം നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നിട്ട്, അതായത് ആം ആർക്കിടെക്ചർ മാർക്കറ്റിലേക്ക് വന്നിട്ട്. അപ്പോൾ തന്നെ ആൾക്കാർ മുറവിളി കൂട്ടി, ആപ്പുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇതൊരു ഫെയിലിയർ ആണ്. അമേരിക്കൻ യൂട്യൂബറൊക്കെ ഏതാണ്ട് 2 മാസം മുമ്പ് എഴുതിയിട്ടുണ്ട് ആം ആർക്കിടെക്ചർ വിൻഡോസ് ലാപ്ടോപ്പ് കംപ്ലീറ്റ് പരാജയമാണ്, സ്നാപ്ഡ്രാഗൺ മാർക്കറ്റിൽ നിന്ന് പോകും. 1 വർഷം കേവലം ആയതേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കണം. ഈ ഒരു ആർക്കിടെക്ചർ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് ലാപ്ടോപ്പ് മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ തന്നെ അറൌണ്ട് 70% വിൻഡോസ് ആപ്സും വളരെ നൈസായിട്ട് എമുലേറ്റർ ഉപയോഗിച്ച് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയത്. പ്രിസം എമുലേറ്റർ എന്നാണ് മൈക്രോസോഫ്റ്റ് അതിനെ വിളിച്ചത്. ഒരു x86 ഇൻസ്ട്രക്ഷനെ വളരെ പെട്ടെന്ന് ആമിലേക്ക് കൺവേർട്ട് ചെയ്ത് നോർമൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്ന പോലെ ഒരു പ്രശ്നവും ഇല്ലാതെ വർക്ക് ചെയ്യും. പക്ഷേ അതിനകത്ത് സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ഡിവൈസിന്റെ ചില കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം പഴയ പ്രിന്റേഴ്സ് അതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ കണക്ടിവിറ്റിയിൽ ചില പ്രശ്നങ്ങൾ നേരിട്ടു. വളരെ പഴയ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഈ 32-bit ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അത് പ്രിസം എമുലേറ്ററിന് ഈ ഒരു ആർക്കിടെക്ചറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ അപ്പോൾ ചില ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്തായി. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് പറയുന്നു അറൌണ്ട് 80% ആപ്ലിക്കേഷൻസും കോമ്പാറ്റബിൾ ആണ് ഒരു പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് യൂസറിനെ സംബന്ധിച്ച്. ഫോട്ടോഷോപ്പ് വളരെ നൈസായിട്ട് വർക്ക് ചെയ്യും, ഡാവിഞ്ചി വർക്ക് ചെയ്യും എന്നും പറഞ്ഞ് ഡാവിഞ്ചിക്കൊന്നും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ആകെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഗെയിമേഴ്സാണ്. ഡയറക്റ്റ് 3D ആപ്ലിക്കേഷൻസ് ഇപ്പോഴും അത്ര സപ്പോർട്ട് വന്നിട്ടില്ല. എങ്കിലും പാസ് മാർക്കിൽ നമുക്ക് ഡയറക്റ്റ് 3D ടെസ്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് റൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു എക്കോസിസ്റ്റം ഭയങ്കരമായി ഇവോൾവ് ചെയ്യുന്നു. ഒരു 1 or 2 ഇയേഴ്സിനുള്ളിൽ നിങ്ങളുടെ x86 AMD ഓർ ഇന്റൽ ലാപ്ടോപ്പുകൾക്ക് പകരം സ്നാപ്ഡ്രാഗൺ ആയിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് ഭരിക്കാൻ പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കോ NVIDIA കൊണ്ടുവരുന്ന അടുത്ത പ്രോസസ്സർ ആയിരിക്കും. സോഫ്റ്റ്വെയർ കോമ്പാറ്റബിലിറ്റിയിൽ എന്തൊക്കെ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് തീർന്നത് OBS സ്റ്റുഡിയോ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ്. ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ OBS സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തത്. അതേപോലെ തന്നെ ഫോട്ടോഷോപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷനിലുള്ള ഫോട്ടോഷോപ്പാണ്, ക്രാക്ഡ് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ OBS സ്റ്റുഡിയോ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തു. OBS സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇതാണ്ട് വിൻഡോസിൻ്റെ സ്റ്റുഡിയോ എഫക്ട്സ് OBS സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യട്ടെ എന്ന് ചോദിക്കും. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണോ, അത് പിന്നെ അതേപോലെ തന്നെ ഫിൽറ്റർ വേണോ, ലൈറ്റ് വേണോ, പോർട്രേറ്റ് ലൈറ്റ് വേണോ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വളരെ ഭംഗിയായി വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ആപ്ലിക്കേഷൻ കോമ്പാറ്റബിലിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. എന്താണ് വർക്ക് ചെയ്യാത്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഗെയിമുകൾ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് വർക്ക് ചെയ്യാത്തത്. ഓട്ടോക്യാഡ് ഉൾപ്പെടെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇത് കോൾകോമിന്റെ NPU ആണ്, X12600ന്റെ ഇന്റഗ്രേറ്റഡ് NPU ആണ്. 45 TOPS ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. യെസ്, OBS വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്ട്രീമിങ്ങിലോ അതേപോലെ തന്നെ റെക്കോർഡിങ്ങിലോ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ പക്ക കോമ്പാറ്റബിൾ ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യുന്നത് അഡോബ് ആപ്സിന്റെ മേജർ കോമ്പാറ്റബിലിറ്റി ആണ്. ഞാനിപ്പോൾ ഒരു സബ്സ്ക്രൈബ്ഡ് വേർഷൻ ഫോട്ടോഷോപ്പ് ആണ് ഇപ്പോൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. വേർഷൻ 2025 ആണ്. വളരെ പെട്ടെന്ന് ഓപ്പൺ ആവുന്നു, വളരെ ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നു, മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ക്രാക്ക് ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം സബ്സ്ക്രിപ്ഷൻ ഉള്ള ജെന്യുവൻ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അവർ ആം കോമ്പാറ്റബിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ പ്രിസം എമുലേറ്റർ വെച്ചാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവർ ആം ആപ്പ് ഇറക്കാനായിട്ട് ശ്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നമുക്ക് ആ ഒരു എമുലേറ്റർ മോഡിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. നിങ്ങൾ കണ്ടു,
ഒരു 16 GB റാം, ഒരു ബേസിക് പ്രോസസർ, ഒരു ഫോട്ടോഷോപ്പ് 2025 ഓപ്പൺ ആയി വരുന്ന സ്പീഡ് ഇപ്പോൾ നിങ്ങൾ കണ്ടു. ഇമേജ് അതുപോലെ തന്നെ എത്ര വലിയ ഫയലുകളും വർക്ക് ചെയ്യുമ്പോഴും മേജർ ഇഷ്യൂസ് ഒന്നും തന്നെ വരുന്നില്ല. സോ ഇറ്റ്സ് ഫുള്ളി കോമ്പാറ്റബിൾ വിത്ത് ഓൾ അഡോബ് ആപ്സ്, ഇൻക്ലൂഡിംഗ് പ്രീമിയറും ആണ് കേട്ടോ. പ്രീമിയർ ഒന്നും വർക്ക് ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പ്രീമിയറും വർക്കിംഗ് ആവും ഇതിനകത്ത്. ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞ ഗെയിമാണ് എപ്പിക് സ്റ്റോറിൽ കൂടെ റൺ ചെയ്യാനായിട്ട് നോക്കുന്നത്. റൺ ചെയ്യുമോ എന്ന് നോക്കണ്ട, അപ്പോഴേ എഴുതി കാണിക്കും ആ പ്ലാറ്റ്ഫോമിൽ അത് സപ്പോർട്ടഡ് അല്ല എന്നുള്ളത്. സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഗെയിംസ് അല്ല. X8 പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ഗെയിം സപ്പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്. എക്സ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അതിനകത്ത് ഗെയിം സപ്പോർട്ടൊക്കെ വരുത്തതേ ഉള്ളൂ. സ്നാപ്ഡ്രാഗൺ ന്യൂസ് ലെറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ഗെയിം എഡീഷൻസ് അവർ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ക്രാക്ക് ഗെയിമുകൾ വർക്ക് ആവത്തില്ല. നിങ്ങൾ ഒന്നുകിൽ സ്റ്റീം അല്ലെന്നുണ്ടെങ്കിൽ എപ്പിക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഗെയിമുകൾ മാത്രമേ ഇതിനകത്ത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോക്യാഡ് വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ്. ഓട്ടോക്യാഡ് നമ്മളിപ്പോൾ നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. 2024 വെർഷനാണ് ഇതിൽ കിടക്കുന്നത്. അത് ഓപ്പൺ ആവുന്ന ടൈം, അതേപോലെ വർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു ഓട്ടോക്യാഡ് എക്സ്പേർട്ട് അല്ല, എങ്കിലും എനിക്കറിയാവുന്ന ക്രിയകളെല്ലാം ഞാൻ ഇതിൽ കാണിക്കാം. വേറെ ക്രാഷോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രൊജക്റ്റ് സേവ് ചെയ്യുന്നതിലൊന്നും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാമ്പിൾ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പ്യൂർലി വർക്ക് ചെയ്യും, വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ഞാൻ വർക്ക് ചെയ്ത് നേരത്തെ നോക്കിയിരുന്നു. ഡെസ്ക്ടോപ്പ് സേവ്, യെസ്, വിത്തൗട്ട് എനി ക്രാഷസ് വളരെ ഭംഗിയായി ഓട്ടോക്യാഡ് പോലുള്ള സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യും. അതേപോലെ തന്നെ റെവിറ്റ് വർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു അതിനൊന്നും ഞാൻ ഈ ലാപ്ടോപ്പ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതൊരു വളരെ ബേസിക് സീരീസ് ചിപ്സെറ്റ് ആണ്, എങ്കിലും വളരെ കേപ്പബിൾ ആണ്. പെർഫോമൻസ് നിങ്ങൾ നേരിട്ട് കണ്ടു. ഇനി കോഡിംഗ് ആപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ VS കോഡ്, അതേപോലെ തന്നെ പൈത്തൺ, എല്ലാത്തിനും നേറ്റീവ് ആം ആപ്സ് അവൈലബിൾ ആണ്. വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. പൈത്തൺ നമുക്ക് ഇതിനകത്ത് നോക്കാം. പൈത്തൺ ഫോർ ARM64 ഇതേ നിങ്ങൾക്ക് ഇതിൽ കാണാം. പൈത്തൻ്റെ ARM വേർഷൻസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. കോഡിംഗ് യൂസ് ഒക്കെ ഉള്ളവർക്ക് വളരെ ധൈര്യമായി തന്നെ പ്രിഫർ ചെയ്യാം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സേഴ്സ്. വളരെ മികച്ച ബാറ്ററി ബാക്കപ്പോട് കൂടി നിങ്ങൾക്ക് ട്രാവൽ ടൈമിൽ എവിടെ ഇരുന്നും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ VS കോഡും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. യെസ്, അത് വർക്ക് ചെയ്ത് നോക്കുന്നവർക്കേ അറിയൂ. കാരണം ഇത് മാത്രമല്ല, ഇതിനകത്ത് വേറെ ലൈബ്രറീസും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. സോ കോഡിംഗ് യൂസിനൊക്കെ ഉള്ളവർ റെക്കമെൻഡഡ് ആണ്. നമ്മൾ ഒരുവിധപ്പെട്ട കോഡേഴ്സിനെ കൊണ്ടൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് X8 വന്ന സമയത്തും X1+ വന്ന സമയത്തും എല്ലാം അവർക്ക് യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു കാര്യങ്ങളിലെല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് ഇതിനകത്ത് മേജർലി നോക്കേണ്ടത് ഡിവൈസ് കണക്ടിവിറ്റിയാണ്. ഡിവൈസ് കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ പെൻ ഡ്രൈവ്സ്, അതേപോലുള്ള എസെൻഷ്യൽ ഡിവൈസസ് എല്ലാം വിൻഡോസിൻ്റെ നേറ്റീവ് ഡ്രൈവേഴ്സിലെടുക്കും. നിങ്ങളൊരു പ്രിൻ്റർ ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പ്രിൻ്റർ EXE ഫയൽ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം നേറ്റീവ് ഡ്രൈവേഴ്സ് അവർക്ക് വന്നിട്ടില്ല. എപ്സൺ കമ്പനി മാത്രമേ ഉള്ളൂ നേറ്റീവ് ഡ്രൈവേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ യൂണിവേഴ്സൽ പ്രിൻ്റർ ഡ്രൈവറിനകത്ത് ആം ഡ്രൈവേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു പഴയ പ്രിൻ്ററാണ് വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ നേരെ പ്രിൻ്റർ ഓപ്ഷൻസ് എടുക്കുക. അതിനകത്ത് പ്രിൻ്റർ മാനുവലി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന വളരെ പഴയ ഒരു പ്രിൻ്ററാണ്. സെറോക്സിൻ്റെ ഫേസർ 3020 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഡ്രൈവേഴ്സ് ഒന്നും എനിക്ക് തോന്നുന്നില്ല വിൻഡോസ് 11 പോലും ഇല്ലാത്ത ഒരു മോഡലാണ്. സോ അത് ഇതിനകത്ത് എങ്ങനെ എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുവലി ആഡ് ചെയ്ത മൈക്രോസോഫ്റ്റ് PWG റാസ്റ്റർ ക്ലാസ് ഡ്രൈവറിലാണ് ആ പ്രിൻ്റർ എടുക്കുന്നത്. ടെസ്റ്റ് പ്രിന്റ്, അതേപോലെ തന്നെ ഡോക്യുമെന്റ് പ്രിന്റ് എല്ലാം വളരെ ഈസി ആയിട്ട് പോകും. അതുകൊണ്ട് പ്രിന്റർ, ലേറ്റസ്റ്റ് പ്രിന്റേഴ്സ് വാങ്ങുന്നവർക്കൊന്നും വളരെ കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ചാൻസ് ഇല്ല. നമ്മൾ ഇനി അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്നത് AI ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു ഇതൊരു കോപ്പൈലറ്റ് പ്ലസ് സർട്ടിഫൈഡ് ലാപ്ടോപ്പുകളാണ്. AI ലാപ്ടോപ്പുകൾ ഇത്രയും കുറ്റം പറയുന്ന ഒരു മനുഷ്യൻ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത്. AI ലാപ്ടോപ്പുകൾ ഒരു തട്ടിപ്പാണെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല AI ഫീച്ചേഴ്സും കറക്റ്റായിട്ട് ലാപ്ടോപ്പുകളിൽ വർക്ക് ചെയ്യാറില്ല. ഈ ഒരു ലാപ്ടോപ്പ് പക്ഷേ അതിനൊരു എക്സെപ്ഷൻ ആണ്. കാരണം മൈക്രോസോഫ്റ്റ് ആദ്യമായി AI ഫീച്ചേഴ്സ് ഫുള്ളി റൺ ചെയ്ത് തുടങ്ങിയത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സേഴ്സിലാണ്. ഇപ്പോൾ അത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ LLM പാക്കുകളും എല്ലാം വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നേറ്റീവ് വിൻഡോസ് ആപ്സ് മുതൽ നമുക്ക് തേർഡ് പാർട്ടി ഒരു വീഡിയോ കോളിംഗ് ആപ്പ് വരെ വളരെ എക്സലൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ഞാൻ നേരത്തെ നിങ്ങൾക്ക് OBS സ്റ്റുഡിയോ കാണിച്ചു തന്നപ്പോഴും നിങ്ങൾ കണ്ടു. വളരെ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ NPU ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ലൈവ് ക്യാപ്ഷൻസ് ആൻഡ് ട്രാൻസ്ലേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ സിസ്റ്റം ഇപ്പോൾ ഓഫ്ലൈൻ മോഡിലാണുള്ളത്. നമുക്ക് NPU ഉപയോഗിച്ച് ആ ട്രാൻസ്ലേഷനും ക്യാപ്ഷനും എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഓഫ്ലൈൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനെ പ്ലേ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ അമേരിക്ക ഇന്ത്യ പ്രശ്നം നടക്കുന്നതിൽ തരൂർജി എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ലൈവ് ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് താഴെ കാണാം. For me, it is very clear that some of the strategic assumptions on the basis of which we have been conducting most of our policies is that അപ്പോൾ ഇതിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇംഗ്ലീഷ് പടം കാണുമ്പോൾ സബ് ടൈറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിലും അത് വളരെ മനോഹരമായി ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമെന്നുള്ളതാണ് കേട്ടോ. ഇതിനകത്ത് ഹിന്ദിയും വരുന്നുണ്ട്. ഹിന്ദി പോർഷൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഹിന്ദിയും വളരെ നന്നായി ട്രാൻസ്ലേറ്റ് ആവുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് മലയാളം മാത്രമേ ഉള്ളൂ ഇതിൽ സപ്പോർട്ട് ആവാത്തത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് AI ഫീച്ചറിന്റെ കൂടെ ക്യാമറയുടെ ക്ലാരിറ്റിയെ കുറിച്ച് പറയണം. 5 MB ക്യാമറയാണ് വരുന്നത് വിത്ത് വിൻഡോസ് സ്റ്റുഡിയോ എഫക്ട്സ്. എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഇതിനകത്തൊരു പ്രൈവസി ഷട്ടർ ഇൻ്റഗ്രേറ്റഡ് ആണ്. നമ്മളിപ്പോൾ അത് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നു. നിങ്ങൾക്ക് കാണാം 5 MB ആണ് ക്യാമറ വരുന്നത്. സ്റ്റുഡിയോ എഫക്ട്സ് നമുക്ക് ഇവിടെ എനേബിൾ ചെയ്യാം. ഓട്ടോമാറ്റിക് ഫ്രെയിമിംഗ് പോലുള്ള കാര്യങ്ങൾ
പിന്നെ ഐ കോണ്ടാക്ട്, അത് നമ്മൾ മീറ്റിങ്ങിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ബ്ലർ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഫിൽറ്റേഴ്സ് ഇതാണ്ട്, ഇപ്പം നമ്മളെ ക്യാമറയിലുള്ള അപ്പിയറൻസ് എങ്ങനെയാണ്, അനിമേറ്റഡ് വേണോ, വാട്ടർ കളർ വേണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു. വിൻഡോസിൽ ഈ ഇന്റലിന്റെ AMD ഈ ഒരു ലാപ്ടോപ്പിൽ ഈ ഒരു ഫീച്ചേഴ്സ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ ഒരു ക്രിയേറ്റീവ് ഫിൽറ്റേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. ഇനി അടുത്ത ഫീച്ചർ നമ്മൾ പറയാൻ പോകുന്നത് വിൻഡോസിന്റെ നേറ്റീവ് ആപ്സിൽ ഈ NPU എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. അതിന്റെ എക്സലന്റ് ആയിട്ട് ഒരു കാര്യം കാണിക്കാനുള്ളത് ഫോട്ടോസ് ആപ്പ് എടുത്താൽ മതി വിൻഡോസിന്റെ. കാണിച്ചു തരാം. നമ്മളിപ്പോൾ തന്നെ ഒരു ഫോട്ടോ നമ്മൾ ആപ്പിനകത്ത് എടുക്കുന്നു. വിൻഡോസിന്റെ ഫോട്ടോ ആപ്പാണിത്. ഇതിനകത്ത് എഡിറ്റ് ഓപ്ഷൻ എടുക്കുന്നു. നമ്മൾ NPUൻ്റെത് കൂട്ടത്തിൽ വെക്കുവാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ അപ്സ്കെയിൽ ചെയ്യാനും എല്ലാം ഈ ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ NPU ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ അപ്സ്കെയിൽ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതുകൊണ്ട് റെസൊല്യൂഷൻ നമ്മൾ അപ്സ്കെയിൽ ചെയ്യുവാണ്. ഇമേജ് എൻഹാൻസ്മെൻറ്റ് നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. 85% ആണ് NPU ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആഫ്റ്റർ പ്രോസസ്സിങ് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സേവ് എസ് കോപ്പി, ഡെസ്ക്ടോപ്പ്. യെസ്, ക്ലാരിറ്റി വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാം, ഇതാണ് ശരിക്കും AI ലാപ്ടോപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു AI ഫീച്ചറാണ് റീകോൾ എന്ന് പറയുന്നത്. അതും ഇതിനകത്ത് എനേബിൾഡ് ആണ്. നമുക്കൊരു ഡെഡിക്കേറ്റഡ് പിൻഡ് ഐക്കൺ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്ത് ഡിവൈസ് എൻക്രിപ്ഷൻ എല്ലാം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ടായിട്ട് സേവ് ചെയ്യും. നിങ്ങൾ എന്ത് ആക്ടിവിറ്റി എപ്പോഴാണ് ചെയ്തതെന്നുള്ളത് റീകോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. കാരണം എല്ലാ യൂസറിനും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതൊക്കെ പക്ക എനേബിൾഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് സ്നാപ്ഡ്രാഗണിൻ്റെ X സീരീസ്. ഇനി നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് പാസ് മാർക്കാണ്. CPU GPU പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ സിംഗിൾ ത്രെഡ് മൾട്ടി ത്രെഡ് സ്കോറുകൾ ഏതൊരു പ്രോസസ്സറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഞാനിപ്പോൾ പാസ് മാർക്ക് ഞാൻ ബാറ്ററി മോഡിലാണ് കേട്ടോ റൺ ചെയ്യുന്നത്. നമ്മൾ നോർമൽ വിൻഡോസ് ലാപ്ടോപ്പുകളെ പോലെ പ്ലഗ് ഇൻ ചെയ്തിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഈ പാസ് മാർക്ക് ടെസ്റ്റ് റണ്ണാക്കി നോക്കാം. ഞാൻ ഹൈ പെർഫോമൻസ് മോഡിൽ ഇട്ടിട്ട് തന്നെ റണ്ണാക്കി നോക്കാം. അപ്പോഴത്തേക്ക് അറിയാം മാക്സിമം പെർഫോമൻസ് എന്ത് കിട്ടുമെന്നുള്ളത്. ഓവർ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. മാക്സിമം CPU ടെമ്പറേച്ചർ ഞാൻ നോക്കിയിട്ട് പോയിരിക്കുന്നത് ഒരു 55 ഡിഗ്രീസ് ആണ്. അപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് വളരെ പവർ എഫിഷ്യൻറ്റും തെർമലി എഫിഷ്യൻറ്റുമാണ്. കാരണം ഇതൊരു ബേസ് മോഡൽ ചിപ്സെറ്റ് ആണ്. എങ്കിൽ തന്നെ വളരെ സോളിഡ് ഒരു പെർഫോമൻസ് ഇത് ഡെലിവർ ചെയ്യുന്നുണ്ട്. പാസ് മാർക്ക് ടെസ്റ്റിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. ദിസ് ഫീച്ചർ ഇസ് നോട്ട് കറന്റ് അവൈലബിൾ ഓൺ ARM systems ഡ്യൂ ടു മിസ്സിംഗ് റിക്വയർഡ് ലൈബ്രറീസ് സച്ച് as DirectX and OpenGL that are only partially supported on ARM. അത് x86 മാത്രമുള്ളതാണ്. അതിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് സ്കോർ ഒന്നും കാണിക്കാതിരിക്കത്തില്ല. നിങ്ങൾക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് പ്യുവർലി ബാറ്ററിയിലാണ്. ഈ ഒരു ലാപ്ടോപ്പ് CPU സ്കോർ വരുന്നത് 17,107. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഈ ഒരു ആർക്കിടെക്ചറിന്റെ പെർഫോമൻസ് എന്നുള്ളത്. വിത്തൗട്ട് ബാറ്ററി ഓർ പ്ലഗ്ഡ് ഇൻ അത് ഇതിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ പാസ് മാർക്കിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. 17,107 ആണ്. നമുക്ക് ആവറേജ് വരുന്നത് 16,400 ഒക്കെയാണ് സ്കോർ പാസ് മാർക്കിന്റെ സൈറ്റിൽ. ഗ്രാഫിക്സ് 2D 334. ഗ്രാഫിക്സ് 3D നിങ്ങൾ നോക്കണ്ട, കാരണം ഞാൻ പറഞ്ഞു പാർഷ്യലി മാത്രമേ ടെസ്റ്റ് റൺ ചെയ്തിട്ടുള്ളൂ. എക്സലന്റ് മെമ്മറി ആൻഡ് ഡിസ്ക് സ്കോർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സർ സ്കോർ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഒരു Core 5 120U എന്ന് പറയുന്ന ഒരു പ്രോസസ്സറുമായിട്ട് കമ്പയർ ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു Ryzen 5 5600H ആയിട്ട് കമ്പയർ ചെയ്യാം. 12450H ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ അത്രത്തോളം ഒരു മിഡ് റേഞ്ച് സ്ട്രോങ് പ്രോസസ്സറുമായിട്ടാണ് നമ്മൾ ഈ ഒരു സ്കോറിനെ കമ്പയർ ചെയ്യുന്നത്. മെയിൻ അഡ്വാൻറ്റേജ് വിത്തൗട്ട് പ്ലഗ്ഡ് ഇൻ ആണ് ഈ ഒരു ലാപ്ടോപ്പ് എന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഓൺ ദി ഗോ യൂസിൽ ഒരു പവർ പ്ലഗിന്റെ സഹായമില്ലാതെ വളരെ എക്സലന്റ് ക്വാളിറ്റി അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു CPU പെർഫോമൻസ് ഈ ഒരു ആർക്കിടെക്ചർ തരും. അത് തന്നെയാണ് ആപ്പിളിനെ ഏറ്റവും പെട്ടെന്ന് കസ്റ്റമേഴ്സിന്റെ ഇടയ്ക്ക് സൂപ്പർ ഹിറ്റ് ആക്കിയത്. അപ്പോൾ ഇനി ഈ ലാപ്ടോപ്പിന്റെ ബിൽഡ് ക്വാളിറ്റി ഇനി ഇത് തുറന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. എക്സ്പാൻഷൻ സ്ലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, എങ്കിലും നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഓവറോൾ ഇതിന്റെ മദർ ബോർഡ് ലേഔട്ടും VR കവറേജും എല്ലാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. തുറന്നു വെച്ചിട്ടുണ്ട്. ഇതിനെ എടുത്ത് മാറ്റേണ്ട ജോലി മാത്രമേ ഉള്ളൂ. വളരെ വലിയൊരു ഫാനാണ് കൊടുത്തിരിക്കുന്നത്. ഹീറ്റ് പൈപ്പ് നിങ്ങൾക്ക് കാണാം. വളരെ ക്വാളിറ്റിയിലുള്ള ഒരു ഹീറ്റ് പൈപ്പ്, VR കവറേജ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബോർഡിൻ്റെയൊക്കെ സൈസ് നിങ്ങൾ കണ്ടല്ലോ. ഇതൊരു SoC ആണ്. അതുകൊണ്ട് എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആണ് ആ ഒരു പ്രോസസ്സറിനകത്ത്. നിങ്ങൾക്ക് മെമ്മറി ഒന്നും അഡീഷണൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹീറ്റ് പൈപ്പിൻ്റെ കനമൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ടെമ്പറേച്ചേഴ്സ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞ കാര്യം അതുകൊണ്ടുകൂടാണ്. 55 ഡിഗ്രീസ് ഒക്കെയാണ് ഇതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ വരുന്നത്. 50 Wh ആണ് കേട്ടോ ഇതിൻ്റെ ബാറ്ററി വരുന്നത്. 50 Wh ബാറ്ററി നിങ്ങൾക്കൊരു നോർമൽ യൂസ് ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ 10 മണിക്കൂറിന് മുകളിൽ സുഖമായിട്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടും. 2242 സൈസ് ആണ് SSD വരുന്നത്. നിങ്ങൾക്ക് അഡീഷണൽ ഒരു 2242 സൈസ് SSDയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ബോർഡ് വളരെ ചെറുതായതുകൊണ്ട് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. വളരെ പ്രീമിയം ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. ബിൽഡ് ക്വാളിറ്റി ആയാലും സ്പെസിഫിക്കേഷൻസ് ആയാലും എന്തായാലും. ബാറ്ററി എനിക്ക് തോന്നുന്നു ഒരു കണക്ടർ ഉപയോഗിച്ചാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു സെപ്പറേറ്റ് അഡാപ്റ്റർ ഉപയോഗിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വേറെ ഏതോ ഒരു മോഡൽ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ്. അതിനെ ഒരു കൺവേർട്ടർ ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഹീറ്റ് സിങ്ക് അതിൻ്റെ എല്ലാ മേജർ കമ്പോണൻസും കവർ ചെയ്തുള്ള ഒരു രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ ഫാനിൻ്റെയും ക്വാളിറ്റി കിടിലം തന്നെയാണ്.
ഇനി സ്പീക്കേഴ്സാണ് ഈ ഒരു ലേ ഔട്ടിൽ വരുന്നത്. അത് ഞാൻ പറഞ്ഞ അപ്വേർഡ് ഫയറിംഗ് സ്പീക്കേഴ്സാണ്. ഓഡിയോ ക്വാളിറ്റിയും വളരെ എക്സലൻ്റ് ആണ്. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയെന്ന് അറിയാം, പക്ഷേ നമ്മൾ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും കവർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, എന്തൊക്കെ പ്ലസ് പോയിന്റ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് തന്നെയാണ് സ്നാപ്ഡ്രാഗൺ സീരീസ് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് ARM വേഴ്സസ് x86 ആയിരിക്കും. ഇന്റലോ AMDയോ എന്ത് വേണോ ആ സൈഡിൽ നടക്കട്ടെ. ഇവരുടെ ഡെവലപ്മെൻറ്റും അതിനനുസരിച്ച് തന്നെ മുന്നേറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 60K ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. 60,000 രൂപയാണ് പ്രൈസ്. 1 ഇയർ വാറണ്ടി വിത്ത് ഡാമേജ് കവറാണ് വരുന്നത്. മൈ പ്രിഫേർഡ് ബ്രാൻഡ് ഈസ് ലെനോവോ. അങ്ങനെ പറയാൻ കാര്യം ലെനോവോ എനിക്ക് കാശ് തരുന്നതുകൊണ്ടൊന്നുമല്ല. കൊടുത്താൽ തലവേദനയില്ല, വളരെ നല്ല സർവീസും മാർക്കറ്റിൽ കൊടുക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ലെനോവോ. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്തുകൊണ്ട് ലെനോവോ നിങ്ങൾ പറയുന്നു, അത് കൊള്ളത്തില്ലെന്നൊക്കെ ആണല്ലോ പറയുന്നത്. പക്ഷേ ലെനോവോ എന്ന് പറയുന്നത് വേൾഡിലെ നമ്പർ 1 PC ബ്രാൻഡാണ്. അപ്പോൾ വേൾഡിലെ നമ്പർ 1 PC ബ്രാൻഡിനെ എനിക്ക് കൊള്ളത്തില്ലെന്ന് പറയാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. കാരണം വളരെ എക്സലൻറ്റ് സർവീസ് റെസ്പോൺസ്, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റി എല്ലാത്തിലും ലെനോവോ വളരെയധികം തന്നെ മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല അമേരിക്കൻ ബ്രാൻഡുകളും താഴെ പോകുന്നു. ചൈനീസ് ബ്രാൻഡാണ് ഏറ്റവും കൂടുതൽ പൊങ്ങി വരുന്നത്. സോ മൊബൈൽ ഫീൽഡിലും ലാപ്ടോപ്പ് ഫീൽഡിലും എല്ലാം ചൈനീസ് കമ്പനീസിൻ്റെ ഒരു ആധിപത്യം തന്നെ ആണെന്ന് പറയാം. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതും ഒരു മോട്ടറോളയുടെ ലേറ്റസ്റ്റ് ഫോണിലാണ്. അതും ലെനോവോ ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ അതുകൊണ്ട് ലെനോവോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡ് തന്നെയാണ്. ഞാൻ ഉപയോഗിക്കുന്നതും ഒരു ലെനോവോ ലാപ്ടോപ്പാണ്. അപ്പോൾ ഓവറോൾ സ്നാപ്ഡ്രാഗൺ, AMD, ഇന്റൽ 3 ചോയ്സുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ മുന്നിലുണ്ട്. എല്ലാ ഫീച്ചേഴ്സും കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ലാപ്ടോപ്പ് വളരെ വൈസായിട്ട് ചൂസ് ചെയ്യാൻ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.